ഹലോ ഫ്രണ്ട്സ്, നമ്മൾ സാധാരണ കാറിലും ബൈക്കിലും ഫ്ലൈറ്റിലുമുള്ള യാത്രകളൊക്കെ ഒഴിവാക്കി ട്രെയിനിലാണ് നമ്മുടെ യാത്ര. എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് ഗോപുവും ദിലീപും എൻ്റെ കൂടെ ഉണ്ട്. നമ്മൾ കോയമ്പത്തൂരിലേക്കാണ് പോകുന്നത്. കോയമ്പത്തൂർ നമ്മൾ പോകുന്നത് രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്താണ്. ഒന്ന്, നമ്മുടെ സുഹൃത്ത് അനിലിനെ കാണുക. അവിടെ ചെന്നിട്ട് അനിലിനെയും കൂട്ടി ഇഷാ യോഗയിലേക്ക് ഒന്ന് പോവുക. അവിടെ നിന്ന് 40 കിലോമീറ്റർ അപ്പുറമുള്ള ആനക്കട്ടി ഒന്ന് സന്ദർശിക്കുക. പിന്നെ കോയമ്പത്തൂരിലെ അത്യാവശ്യം ചെറിയ ചെറിയ ഫുഡ് ഹബ്ബുകളൊക്കെ ഒന്ന് പോയി കാണുക. എത്രയൊക്കെ ഉള്ളൂ, ചെറിയൊരു കറക്കം. അങ്ങനെ വെളുപ്പാൻ രാവിലെ 4 മണിയോടുകൂടി നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു. നമ്മുടെ സുഹൃത്ത് നമ്മളെ കാത്തു നിന്നു. പുള്ളിയുടെ ഫ്ലാറ്റിൽ പോയി ഫ്രഷപ്പൊക്കെ ആയി റെസ്റ്റൊക്കെ എടുത്തു. അങ്ങനെ വീണ്ടും രാവിലെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. രാവിലെ അന്നപൂർണ ഗൗരിശങ്കർ ഹോട്ടലിലാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. കോയമ്പത്തൂരിൽ ഒത്തിരി ഫുഡ് ഹബ്ബുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടേക്ക് പോയി എക്സ്പ്ലോർ ചെയ്യാം. തെങ്കാശിയിലുള്ള ബോർഡർ ചിക്കൻ വരെ ഇവിടെ നമുക്ക് കിട്ടും. അതെല്ലാം പോയി കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. പണ്ട് ആരെങ്കിലും കോയമ്പത്തൂർ പോകണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് എന്തെങ്കിലും മിഷനറി വാങ്ങിക്കാനോ അല്ലെങ്കിൽ വണ്ടിയുടെ സീറ്റ് അടിക്കാനോ കോയ സീറ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് പണ്ട് ആൾക്കാർ വരുന്നതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സംഗതി മാറി. കോയമ്പത്തൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടെയാണ്. ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷനാണ് ഇഷാ യോഗ, ഇഷാ ഫൗണ്ടേഷൻ. അവിടേക്കാണ് നമ്മളിന്ന് രാവിലെ പോകുന്നത്. വേൾഡിൽ തന്നെ ഏറ്റവും വലിയൊരു ഇൻ്റർനാഷണൽ യോഗ സെൻറ്റർ കൂടെയാണ് ഇഷാ യോഗ. 1994 സദ്ഗുരുവാണിത് സ്ഥാപിച്ചത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ആകർഷണം എന്ന് പറഞ്ഞാൽ ഒരു ശിവപ്രതിമയാണ്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട് ഇഷായോഗയിലേക്ക് എത്തിച്ചേരാൻ. പക്ഷേ നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല. ഗ്രാമഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ചാൽ നമുക്ക് ഇവിടേക്ക് എത്തിച്ചേരാൻ പറ്റും. പ്രൗഢഗംഭീരമാണ് ഈ പ്രധാന കവാടം. ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് വേണം അകത്തോട്ട് പ്രവേശിക്കാൻ. അകത്ത് ചിലപ്പോൾ അനുവദിക്കില്ല. ശിവൻ്റെ ഈ അർത്ഥകായ പ്രതിമ ഗിന്നസ് റെക്കോർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. 112 അടി ഉയരമുണ്ടതിന്. അപ്പോൾ ഇഷായോഗയിലേക്ക് നിങ്ങൾ സന്ദർശിക്കാൻ വരികയാണെങ്കിൽ നേരത്തെ വെബ്സൈറ്റിൽ കയറി പ്രീ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാർ വരുന്ന സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് ഡയറക്റ്റായിട്ട് വന്ന് ബുക്ക് ചെയ്താൽ റൂം കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ആശ്രമത്തിനകത്തുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ പകർത്തുന്നതിന് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിനകത്തുള്ള വീഡിയോസൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ വന്ന ദിവസം ഇവിടെ ചില പ്രത്യേകതകളുണ്ട്. ശിവരാത്രിയുടെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നതിനാൽ നമുക്ക് കൂടുതൽ ഫോട്ടോസും വീഡിയോസൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് തിരക്കാണ് ഇവിടെ. മലനിരകളാൽ ചുറ്റപ്പെട്ട 3000 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആശ്രമവും പരിസരവും നമ്മളെ വേറൊരു ലോകത്താണെന്ന് തോന്നിപ്പിക്കും. ഞാനിവിടെ വരുന്നത് 2ാമത്തെ പ്രാവശ്യമാണെങ്കിലും എൻ്റെ സുഹൃത്തുക്കൾ കൂടെ വരുമ്പോൾ ഈ കാണുന്ന കാളവണ്ടികളും ഗ്രാമാന്തരീക്ഷവും മലനിരകളും നമ്മളെ ഒന്ന് റീചാർജ് ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. കഴിയുമെങ്കിൽ നിങ്ങളിവിടെ ഒന്ന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്തിരിക്കണം. ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഒരു വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഇനി നമ്മുടെ യാത്ര ആനക്കട്ടിയിലേക്കാണ്. ഇവിടെ അത്യാവശ്യം മൃഗങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. ആനയും മാനും ഒക്കെ ഉണ്ട്. ഇത് പാലക്കാടിനടുത്തുള്ള കേരള തമിഴ്നാട് ബോർഡറിലുള്ളൊരു ഫോറസ്റ്റാണ് ആനക്കട്ടി. അവിടെയുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലാണ്, റിസോർട്ടാണ് ഈ ഓറ. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. നിങ്ങൾക്ക് മൈൻഡ് റിലാക്സ് ചെയ്യണം, സ്വയം റീചാർജ് ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ദൂരെ കാടിനടുത്തുള്ള ഒരു സ്റ്റേയിലേക്കാണ് പോവേണ്ടത്. അവിടെ നിന്ന് കാടിനടുത്തോട്ടൊക്കെ ഒരു ഓഫ് റോഡ് ജീപ്പൊക്കെ എടുത്ത് യാത്ര ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ഓക്സിജനുള്ള സ്ഥലം കാടുകളാണ്. അപ്പോൾ കാടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊന്ന് താമസിക്കാം, എൻജോയ് ചെയ്യാം. ബിസിനസ്സിൻ്റെയും നഗരത്തിൻ്റെയും തിരക്കിൽ നിന്നൊക്കെ ഓടി ഒളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലം. നിങ്ങൾക്ക് കൂട്ടുകാരുമായോ ഫാമിലിയോ ഇവിടെ വന്ന് അടിച്ചു പൊളിക്കാം. നമ്മൾ കാട്ടിലാണോ? എന്നാലല്ല, കാടിൻ്റെ അരികിലാണ്. നാട്ടിലാണോ? അതുമല്ല, കാടിൻ്റെ ഓരത്ത്, കാടിൻ്റെ വന്യതയും ശാന്തതയും ഒന്നിച്ചുള്ള ഒരു സ്ഥലം. രാത്രിയാകുമ്പോൾ കാടുകൾക്ക് മറ്റൊരു ഭംഗിയാണ്. തണുത്ത കാറ്റും വനത്തിൻ്റെ വന്യതയും.
തിരക്കുകളിൽ നിന്നെല്ലാം മാറി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ പറ്റിയൊരു സ്ഥലം. ചുറ്റും മലനിരകളും കണ്ണെത്താത്ത ദൂരത്തിൽ കാടും പച്ചപ്പും കിളികളുടെ സംഗീതവും മാത്രം. രാവിലെ എണീറ്റ് റിസോർട്ടിനകത്തൂടെ ഒന്ന് നടക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു ഫീൽ ഒന്ന് താമസിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു ലൈവ് ബാർബിക്യൂ കൗണ്ടർ ഉണ്ട്. കൂടാതെ ക്യാമ്പ് ഫയർ ചെയ്യുന്നതിനുള്ള സൗകര്യം